ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ മലയാള സെക്കൻഡിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് സെക്കൻഡ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വർഷമൊക്കെ പുതിയ സിലബസ് ആണ്, ഒരു പുതിയ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കുക, ഇവിടുത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന്. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിന് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ 6 പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി എഴുതാൻ നോക്കാം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വായിക്കാം, എഴുതാം. നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് അതിന് ഉത്തരം താഴെ എഴുതേണ്ടതാണ്. ഒരു ചെറിയൊരു കഥയാണല്ലേ. മരം നട്ട മനുഷ്യൻ. ആൽപ്സ് പർവ്വതം പ്രൊവൻസിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം. സഞ്ചാരികൾ പോകാറില്ലാത്ത ഒരു മലമ്പ്രദേശത്ത് കൂടി ഞാൻ തനിച്ചു ബഹുദൂരം നടക്കുകയായിരുന്നു. 3 ദിവസം നടന്നപ്പോൾ മരുവത്കരിക്കപ്പെട്ട ഭൂമിയിൽ പണ്ടെങ്ങോ വരണ്ടുപോയ ഒരു അരുവിക്കരയിൽ ഞാൻ എത്തപ്പെട്ടു. ഈ ഊഷര ഭൂമിയിൽ വെള്ളം കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. അപ്പോൾ അകലെ ഒരു മരത്തിൻ്റെ കുറ്റി പോലെ എന്തോ ഒന്ന് കാണാനായി. അത്ഭുതം, അതൊരു ആട്ടിടയനായിരുന്നു. വരണ്ടുണങ്ങിയ മണ്ണിൽ അയാളുടെ ചുറ്റുമായി 30 ആടുകൾ. മലമടുക്കുകൾക്കിടയിലെ തൻ്റെ കുടിലിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഈ മലഞ്ചെരുവിൽ ഓക്കുമരങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന 3-4 ഗ്രാമങ്ങൾ എനിക്ക് നന്നായി അറിയാം. മരം കത്തിച്ചു കരിയുണ്ടാക്കി വിൽക്കലാണ് ഗ്രാമീണരുടെ ജോലി. ജീവിതം ഇവിടെ മഹാകഷ്ടമാണ്. തണുപ്പുകാലത്ത് അതിശൈത്യം, വേനലിൽ ദുസ്സഹമായ ചൂടും വരൾച്ചയും. മനുഷ്യരുടെ അത്യാഗ്രഹം അവരെ നാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതിനു പുറമെ സിരകളെ വലിച്ചു മുറുക്കുന്ന നശിച്ച കാറ്റും. പിറ്റേന്നു രാവിലെ ഇടയൻ്റെ കൂടെ ഞാനും നടക്കാൻ പോയി. അയാളുടെ കയ്യിൽ എൻ്റെ വിരലിൻ്റെ വണ്ണവും ഒരു വാര ഏകദേശം 90 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയും ഉണ്ടായിരുന്നു. തോളത്ത് വിത്തുകൾ നിറച്ച ഒരു സഞ്ചിയും. കുറച്ചു ദൂരെ നടന്ന് അയാൾ കമ്പി കൊണ്ട് നിലത്തൊരു ദ്വാരമുണ്ടാക്കി. എന്നിട്ടൊരു വിത്ത് അതിലിട്ട് മണ്ണിട്ട് മൂടി. അയാൾ ഓക്ക് നടുകയാണ്. ഈ സ്ഥലം നിങ്ങളുടേതാണോ? ഞാൻ ചോദിച്ചു. അല്ലെന്ന് അയാൾ പറഞ്ഞു. ഇത് പൊതുഭൂമിയാവണം. ആരാണിതിൻ്റെ ഉടമസ്ഥൻ എന്നറിയാൻ അയാൾക്കൊരു താല്പര്യവുമില്ല. അയാൾ അത്യുത്സാഹത്തോടെ വിത്തുകൾ നട്ടുകൊണ്ടേയിരുന്നു. ഇതാണ് ഇവിടുത്തെ ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ 1ാമത്തെ ചോദ്യമാണ്, ഊഷരഭൂമി എന്നതിൻ്റെ അർത്ഥം എന്ത്? വെള്ളത്തിൽ മുങ്ങിയ ഭൂമി, ചതുപ്പ്, വരണ്ട ഭൂമി, കുന്നിൻ പ്രദേശം. ആൻസർ വരണ്ട ഭൂമി. അതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആൻസർ കീ ആണ് കേട്ടോ. ഇനി 2ാമത്തെ ചോദ്യമാണ്, സഞ്ചാരികൾ പോകാറില്ലാത്ത മലമ്പ്രദേശത്ത് കൂടി നടക്കുമ്പോൾ ദൂരെ മരക്കുറ്റി പോലെ അയാൾക്ക് കാണാനായത് എന്തായിരുന്നു അത്? ഒരു ആട്ടിടയനെ ആയിരുന്നു അല്ലേ. ഇനി 3ാമത്തെ ചോദ്യം, സഞ്ചാരി എത്തിച്ചേർന്ന ഗ്രാമത്തിലെ കാലാവസ്ഥ ദുസ്സഹമാണ്. ഗ്രാമത്തെ ഈ അവസ്ഥയിലേക്ക് നയിച്ചത് എന്തായിരുന്നു? മനുഷ്യരുടെ അത്യാഗ്രഹം അല്ലേ. അത് കഥയിൽ തന്നെ പറയുന്നുണ്ട്. ഇനി 4ാമത്തെ ചോദ്യമാണ്, ഓക്കുമരം നടുന്ന ഇടയൻ്റെ പ്രവൃത്തി മഹത്തരമാകുന്നത് എങ്ങനെയാണ്? ആ ഒരു കഥയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. പൊതുഭൂമിയിൽ അത്യുത്സാഹത്തോടെ അയാൾ വിത്തുകൾ നട്ടുകൊണ്ടേയിരുന്നു. ആരാണ് ഭൂമിയുടെ ഉടമസ്ഥൻ എന്നറിയാൻ അയാൾക്കൊരു താല്പര്യവുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാസേജുകളൊക്കെ ആയിരിക്കും തരിക. അതിനനുസരിച്ച് ആ ഒരു പാസേജ് നന്നായിട്ട് വായിച്ചിട്ട് ഇതേപോലെ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി 2ാമത്തെ ആക്ടിവിറ്റി നോക്കാം. പ്രതികരണ കുറിപ്പാണ്. ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. വന്യമൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുന്നു, യാത്രക്കാർ ശ്രദ്ധിക്കുക. ഇവിടെ കാട്ടിലൂടെ പോകുന്ന ഈ റോഡ് മുറിച്ചു കടക്കുന്നത് മൃഗങ്ങളാണോ? കാട് ആരത് എന്ന കവിതാഭാഗത്തെ മുൻനിർത്തി പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ചിത്രമൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു പ്രതികരണക്കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? കാട് ആരുടേതെന്ന് കണ്ടെത്തണം. അതേപോലെ കാടിന് എന്താണ് സംഭവിച്ചതെന്ന് ഒരു വിശകലനം നിങ്ങൾ ചെയ്യണം. അതേപോലെ സ്വന്തം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കണം. പിന്നെ ഉചിതമായിട്ടുള്ള ഭാഷയിലായിരിക്കണം ഇതൊക്കെ എഴുതുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഫുൾ മാർക്ക് ലഭിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. കാട് ആരത് എന്നതിൻ്റെ അർത്ഥം എന്ത്? കാട്ടിൽ ആരാണ്
കാട് ആരുടേത്? കാട് നശിപ്പിക്കരുത്. ഏതാണ്? രണ്ടാമത്തതാണ് ശരി ഉത്തരം. കാട് ആരുടേത്. ഇനി അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്, ഒരു നിവേദനമാണ്. അതും ഇതേപോലെ ഒരു പാസേജ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഈ പാസേജ് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. മിയാവാക്കി വനം. തരിശുഭൂമിയിലും ചുരുങ്ങിയ കാലം കൊണ്ട് സ്വാഭാവിക വനങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആശയം നടപ്പാക്കിയത് ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനായ അകിര മിയാവാക്കിയാണ്. 150-200 വർഷം കൊണ്ട് രൂപപ്പെടുന്ന സ്വാഭാവിക വനങ്ങളെ അതേ രീതിയിൽ പരമാവധി 30 വർഷം കൊണ്ട് സൃഷ്ടിച്ച് എടുക്കാമെന്ന ആശയമാണ് മിയാവാക്കി വനം. വനവത്കരണത്തിന് സ്ഥലപരിമിതി ഏറെയുള്ള നഗരങ്ങളിൽ വൈവിധ്യമാർന്ന മരങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് വളർത്തിയെടുക്കാമെന്നതാണ് മിയാവാക്കി വനങ്ങളെ ഏറെ ആകർഷകമാക്കുന്നത്. ഒരു ചതുരശ്ര മീറ്ററിൽ 3-4 ചെടികളാണ് വേണ്ടത്. വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികൾ, ചെറുമരങ്ങൾ, വൻമരങ്ങൾ എന്നിവ ഇടകലർത്തി നടുന്നത് വനത്തിലുള്ള പല തട്ടിലുള്ള ഇലച്ചാർത്ത് ഉറപ്പാക്കുന്നു. അടുപ്പിച്ചു നടുമ്പോൾ ചെടികൾ സൂര്യപ്രകാശത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ കൂടുതൽ ഉയരത്തിൽ വളരുവാൻ ചെടികൾ ശ്രമിക്കുന്നു. ഓരോ സ്ഥലത്തും സ്വാഭാവികമായി വളരുന്ന ചെടികളും മറ്റും കണ്ടെത്തിയാണ് മിയാവാക്കി വനം സൃഷ്ടിക്കുന്നത്. കുറഞ്ഞ സ്ഥലത്തും വൈവിധ്യമാർന്ന മരങ്ങൾ നട്ടുവളർത്താവുന്ന മിയാവാക്കി വനത്തിൻ്റെ നിർമ്മാണ രീതികൾ പരിചയപ്പെട്ടല്ലോ. നിങ്ങളുടെ പഞ്ചായത്തിലും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു മിയാവാക്കി വനം വെച്ചു പിടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകുന്നതിനുള്ള ഒരു നിവേദനം തയ്യാറാക്കുക. അപ്പോൾ ഇതാണ് ഒരു നിവേദനം തയ്യാറാക്കേണ്ട കുറച്ച് രീതികൾ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഒന്നാമത്തെ നോക്കിക്കേ, നിവേദനത്തിൻ്റെ ഒരു ഘടന നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഒരു സംബോധന വേണം, ഉള്ളടക്കം വേണം, വിശദാംശങ്ങളും പിന്നെ അഭ്യർത്ഥനയും. ഇതൊക്കെ പാലിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ പ്രശ്നങ്ങൾ, പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ സൂചിപ്പിക്കണം. ഔദ്യോഗിക കത്തിൻ്റെ ഘടന പാലിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കത്ത് എഴുതുന്നതിൻ്റെ രീതി അല്ലെങ്കിൽ നിവേദനമൊക്കെ എഴുതുന്നതിൻ്റെ രീതി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളൊരു കത്ത് എഴുതുമ്പോൾ ആദ്യം സംബോധന വേണം, അതേപോലെ ഉള്ളടക്കം അല്ലേ, പിന്നെ വിശദാംശങ്ങളും അഭ്യർത്ഥനയൊക്കെ ഇതൊക്കെ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് ഇതിന് നേടാവുന്നതേ ഉള്ളൂ. ഇനി ബി ചോദ്യമാണ്. ഫാത്തിമ തുരുത്ത് എന്ന കവിത എഴുതിയത് ആര്? കൂരിപ്പുഴ ശ്രീകുമാർ, അക്ബർ കക്കട്ടിൽ, പ്രകാശ് ചെന്തളം. ആരാണ്? കൂരിപ്പുഴ ശ്രീകുമാറാണ്. ഇനി അടുത്ത പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പാണ്. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. അനാവൃഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത തന്നിട്ടുണ്ട്. MN പാലൂരിൻ്റെതാണ്. അപ്പോൾ ഈ ഒരു കവിത നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇനി ഈ ഒരു കവിതയൊക്കെ ഒന്ന് വായിച്ച് നോക്കിയ ശേഷം ഇതിൻ്റെ തൊട്ട് താഴത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചോദ്യങ്ങളുള്ളത്? കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് കവി സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതേപോലെ ജലസമൃദ്ധമാവേണ്ട ഇടവപ്പാതിയിൽ വരൾച്ച പിടിമുറുക്കി എന്നത് എങ്ങനെ മനസ്സിലാക്കാം? പിന്നെ എന്താണ്? ഇടയ ചെറുക്കന്മാർ കന്നുകാലികളുമായി സ്ഥലം വിടാൻ കാരണം എന്താണ്? പിന്നെ വരികളിലെ അക്ഷരങ്ങളുടെ ആവർത്തനം കാവ്യഭംഗി വർദ്ധിപ്പിക്കാൻ എങ്ങനെ സഹായകമാകുന്നു? അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഇനി എന്താണ് ഇവിടുത്തെ ആസ്വാദനക്കുറിപ്പ്? എന്താണ്? കവിത വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ആസ്വാദന അംശങ്ങൾ കണ്ടെത്തി അനാവൃഷ്ടി എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് താഴെ തന്നിരിക്കുന്ന ഒരു കുറച്ച് പോയിന്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് കവിതയുടെ ആശയങ്ങൾ സ്വാംശീകരിച്ച് അവതരിപ്പിക്കണം. അതേപോലെ ഉദാഹരണങ്ങളും തെളിവുകളും ചേർത്ത് സ്വന്തം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കണം. പിന്നെ കവിതയുടെ സൗന്ദര്യതലം, അതേപോലെ ആശയങ്ങളുടെ സമകാലിക പ്രസക്തി എന്നിവ കണ്ടെത്തി യുക്തിപൂർവ്വം അവതരിപ്പിക്കണം. പിന്നെ ഉചിതമായിട്ടുള്ള ഭാഷയിലായിരിക്കണം നിങ്ങൾ ഇത് എഴുതേണ്ടത്. ഓക്കെ, ഇനി 5ാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കാർട്ടൂൺ വിശകലനമാണ്. എന്താണ് ഇവിടെ കാർട്ടൂൺ തന്നിരിക്കുന്നത്? എനിക്കൊരു പട്ടുസാരി മേടിച്ച് തന്നിട്ടില്ലെങ്കിൽ പച്ചക്കറി കഴുകിയ വെള്ളം കുടിച്ച് ആത്മഹത്യ ചെയ്യും പറഞ്ഞേക്കാം എന്നാണ് ഭാര്യ പറയുന്നത്. അപ്പോൾ കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഈ ഒരു കാർട്ടൂൺ വിശകലനം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ഒരു പ്രശ്നത്തെ വിശകലനം ചെയ്ത് പ്രസക്തമായിട്ടുള്ള ആശയങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ എന്താണ്? പച്ചക്കറി കഴുകിയ വെള്ളമാണ് കുടിക്കാന്നല്ല. അപ്പോൾ അത്രയും വിഷം നിറഞ്ഞതാണ് ഈ പച്ചക്കറി എന്ന് പറയുന്നത്. പച്ചക്കറി ഇപ്പോഴത്തെ പച്ചക്കറി ഒക്കെ ഭയങ്കര വിഷാംശമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിസ്ഥാനമാക്കിയിട്ടൊരു കാർട്ടൂൺ വിശകലനം ചെയ്യാം. ഇനി ലാസ്റ്റിലത്തതാണ് പ്രവർത്തനം 6, ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരു പത്രവാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പത്രവാർത്ത നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. കേരളത്തിന് കൈത്താങ്ങായി തമിഴ് താരവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പത്രവാർത്ത. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയാണ് ചോദ്യമുള്ളത്, നോക്കാം.
അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? നാട്ടുജീവിതത്തിൻ്റെ ഓരങ്ങളിൽ അർത്ഥശൂന്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില നിരർത്ഥരായ പ്രവർത്തനങ്ങൾ, കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന കഥയിലും നാം കണ്ടു. ആവശ്യ സന്ദർഭങ്ങളിൽ സ്വന്തം താല്പര്യങ്ങളെ മാറ്റി നിർത്തുകയും മറ്റുള്ളവർക്ക് സഹായമാകാൻ തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, സന്ദർഭവുമായി ബന്ധപ്പെട്ട പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം. അതേപോലെ ഉപന്യാസത്തിൻ്റെ ഘടന പാലിക്കണം. അതായത് തലക്കെട്ട്, തുടക്കം, പിന്നെ പ്രധാന ആശയങ്ങൾ, വിശദീകരണങ്ങളൊക്കെ അതിൽ വേണം. പിന്നെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ നിരീക്ഷണങ്ങളും നിലപാടുകളും യുക്തിയും ഉദാഹരണങ്ങളും സഹിതം നിങ്ങൾ സ്ഥാപിക്കണം. പിന്നെന്താണ്? ആശയങ്ങളും നിലപാടുകളും വായനക്കാരിൽ എത്തിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഭാഷയിലായിരിക്കണം എഴുതുന്നത്. ഇനി ബി ചോദ്യമാണ്. വെള്ളത്തിൽ വീണ് പൂച്ച നേരത്തെ മാടിൽ അഭയം തേടിയതാവും. അടിവരയിട്ട പദത്തിന് പകരം പദം എഴുതുക. അപ്പോൾ ഇവിടെ എന്താണ്? കിണർ, തൊടി, മാളം. ഏതാണ് കറക്റ്റ്? മാളമാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു മോഡലിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് നാളെ എക്സാമിന് ഉണ്ടാവുക. അതുകൊണ്ട് നന്നായിട്ട് എഴുതാൻ നോക്കുക. ഓൾ ദ ബെസ്റ്റ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്